വെൽക്കം ടു ബസ്മാസ് എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുസാറ്റിനെ പറ്റിയിട്ട് കുറച്ചധികം ഇൻഫർമേഷൻസ് ആണ് ഇത് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പഠിക്കുന്ന കോഴ്സ്, എൻ്റെ ജേർണി ടു കുസാറ്റ്. എൻ്റെ ജേർണി എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറെ തന്നെ വീഡിയോ ആയിട്ടിടാം. അത് കുറച്ച് ലോങ് വീഡിയോ ആയിട്ടിടേണ്ടതാണ്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടിടാം. ബട്ട് ആസ് നൗ ഇപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ട്, എങ്ങനെയാണ് അവിടെ ചേരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഹെൽപ്പ് ഡെസ്കിൽ ഉണ്ട്. അത് കാരണം നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ടൈപ്പ് ഡൗട്ടുകളാണ് ഉള്ളതെന്ന്. അപ്പം ഞാൻ പഠിക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് MSc ആണ്. അതായത് നമ്മുടെ BSc ആൻഡ് MSc ടുഗെദർ ക്ലബ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. ഓക്കെ, ഇതിൻ്റെ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പഠിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫിസിക്സ് ആണ്. അപ്പോൾ ഞാൻ ഫിസിക്സിനെ കുറിച്ച് മാത്രമല്ല, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഈ 4 സബ്ജക്ട്സിനെ കുറിച്ചും കൂടെ സംസാരിക്കാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ 2022 വരെയുള്ള ബാച്ചിൽ അവർ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത് ഇൻറ്റിഗ്രേറ്റഡ് MSc എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളെ ചൂസ് ചെയ്യും. എന്നിട്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ UG ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഇയർ കഴിഞ്ഞതിന് ശേഷം അക്കോർഡിംഗ് ടു അവർ GPA അനുസരിച്ച് അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് എന്നുള്ള അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കുമായിരുന്നു. നമുക്ക് പ്രിഫറൻസ് അറിയിക്കാം. അവർ ആ പ്രിഫറൻസ് നമ്മുടെ മാർക്കിനനുസരിച്ചുള്ള ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോഴ്സ് കിട്ടും. അത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ GPA ആയിരുന്നു. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല, ഈ വർഷമല്ല, 2023 തൊട്ട് അങ്ങനെയല്ല. 23 തൊട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റാങ്ക് ലിസ്റ്റ്, കാറ്റിൻ്റെ എക്സാം കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ തന്നെ അവർ ഡിഫറെൻ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് ഇടും. അതായത് ഫിസിക്സിന് വേറെ, കെമിസ്ട്രിക്ക് വേറെ, മാത്സിന് വേറെ, അതുപോലെ ബയോളജിക്കൽ സയൻസസിന് വേറെ, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ട് റാങ്ക് ലിസ്റ്റ് ഇടും. എന്നിട്ട് ഓരോ റാങ്ക് വെച്ചിട്ടാണ് നമ്മൾ കയറുക. നമ്മൾ കയറുമ്പോൾ ഇപ്പം ഈ വർഷത്തെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 9th വരെ, അതായത് 8th ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 8th 9th നാളെയാണ് നമ്മുടെ ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റിനുള്ള നെക്സ്റ്റ്, അതായത് ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതായത് 12th ജൂണിനാണ് നമ്മുടെ അലോട്ട്മെൻറ്റ് വരുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും വെബ്സൈറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് നോക്കുക, ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റും അലോട്ട്മെൻറ്റ് വരുന്നതും, പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റും, അത് കഴിഞ്ഞ് നമുക്ക് റിയൽ ടൈം, അതായത് സ്പോട്ട് അഡ്മിഷനും ഉണ്ട്. അപ്പോൾ എൻ്റെ സമയത്ത് അലോട്ട്മെൻറ്റ് നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പക്ഷേ അലോട്ട്മെൻറ്റിലല്ല ഞാൻ കയറിയത്. അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ ആരും അലോട്ട്മെൻറ്റ് ബേസിസിൽ ഫിസിക്സിൽ കയറിയിട്ടില്ല, എല്ലാവരും സ്പോട്ടിലാണ് കയറിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ അഡ്മിഷനൊക്കെ ലേറ്റ് ആയതുകൊണ്ട് നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയില്ല എന്തായാലും. ഞാൻ സ്പോട്ടിലാണ് കയറിയത്. സ്പോട്ടിൽ ജനറലിൽ 4th റാങ്ക് ആയിട്ടാണ് ഞാൻ കയറിയത്. ഓക്കെ, ഇനി ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. ഇനി സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 സീറ്റ്സ് ആണ് ഈച്ചിന് വരുന്നത്. അതായത് 15 സീറ്റ്സ് ഫോർ ബയോളജി, 15 സീറ്റ്സ് ഫോർ മാത്സ്, 15 സീറ്റ്സ് ഫോർ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. അതായത് ഫിസിക്സ് ഈച്ച് 15 ആണ് കേട്ടോ, ഫിസിക്സിന് 15 വേറെ, അങ്ങനെ. അതിനകത്ത് കുറേ ഒരു 2 സീറ്റ് അങ്ങനെ കുറേ നമ്മുടെ റിസർവേഷൻ സീറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഓക്കെ, സീറ്റ്സിനെ പറ്റി പറഞ്ഞു. പിന്നെ എല്ലാവർക്കും ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ കൊടുക്കുമ്പോൾ ഒരു വേറെ ഡൗട്ടാണ്, ഓൾ ഇന്ത്യ കോട്ട കൊടുക്കണോ, സ്റ്റേറ്റ് കോട്ട കൊടുക്കണോ, അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ്, ഓൾ ഇന്ത്യ മെറിറ്റ്, ഇങ്ങനെ 2 മെറിറ്റ്സിനെ പറ്റി നമുക്ക് കേൾക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഒരു ഡൗട്ട് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിലാണെന്നുണ്ടെങ്കിൽ രണ്ടും ഡിഫറൻസ് ഒന്നും വലുതായിട്ടില്ല. സ്റ്റേറ്റ് മെറിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫീസ് കുറവായിരിക്കും. ഓൾ ഇന്ത്യ മെറിറ്റ് ആകുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ഡബിൾ ആയിരിക്കും ഫീസ് ഉണ്ടാകും. ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അതാണ് ഉണ്ടാകുക. ഇനിയിപ്പോൾ ഫീസ് എങ്ങനെയാണ് വരുന്നത്, എത്രയാണ് ഫീസ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സസിന് വരുന്നത്? ഇൻ്റഗ്രേറ്റഡ് കോഴ്സസിന് അതായത് ഒരു സെമ്മിൻ്റെ ഫീസ് മാത്രമായി പറയുകയാണെങ്കിൽ ഒരു 8,000 ഒക്കെയാണ് വരുന്നത്. പിന്നെ എക്സാം ഫീസ് ഒരു 3,000-ൻ്റെ അടുത്ത് വരുന്നുണ്ട് സെമ്മിൻ്റെ ഫീസ് പറയുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഇൻടേക്ക് ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ കുറേ അങ്ങനത്തെ ഫീ, മറ്റേ അഡ്മിഷൻ ഫീ, മറ്റേ PDF ഫണ്ട് ഫീ, അങ്ങനെ കുറേ ഫീസ് വരുന്നുണ്ട് എക്സ്ട്രാ. അപ്പോൾ നമ്മൾ ലാബ് ഫീ, കോഷൻ ഡെപ്പോസിറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ഫിസിക്സിന് ഞങ്ങൾക്ക് വന്നിരുന്നത് 13,000 സംതിങ് ആയിരുന്നു. എനിക്ക് കറക്റ്റ് എത്രയെന്ന് ഓർമ്മയില്ല, 13,000 സംതിങ് ആയിരുന്നു, 13,000 എത്രയോ ആയിരുന്നു ഫീസ് വന്നിരുന്നത്.
പിന്നെ ഞങ്ങൾ 2800 അങ്ങനെ എന്തോ ആയിരുന്നു എക്സാമിനേഷൻ ഫീ, ഫസ്റ്റ് സെം എക്സാമിനേഷൻ ഫീ കൊടുത്തിരുന്നത്. ഓക്കെ, ഇതാണ് ഫീസ് സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ഇനി കെമിസ്ട്രിക്ക് എനിക്കറിയാം, മാത്സിൻ്റെയും ബയോളജീൻ്റെയും കൃത്യമായിട്ട് അറിയില്ല. എന്നാലും 8000 ആണ് എല്ലാവർക്കും ഏകദേശം സെം ഫീസ് വരുന്നത്. പിന്നെ അഡ്മിഷൻ ഫീ, ക്വസ്റ്റ്യൻ ഡെപ്പോസിറ്റ്, അതൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് 4 സബ്ജക്റ്റിലും. എന്തായാലും ഏകദേശം അറൗണ്ട് 15,000-നുള്ളിൽ എന്തായാലും ഫസ്റ്റ് നിങ്ങൾ വരുമ്പോൾ അടക്കേണ്ടത് വരുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഫസ്റ്റ് തന്നെ അവർ പറയും. ഇപ്പം നിങ്ങളുടെ കാറ്റ് എക്സാം കഴിഞ്ഞു, അലോട്ട്മെൻറ്റ്, സ്പോട്ടിന് വരുമ്പം ഡോക്യുമെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊക്കെ അവർ നേരത്തെ പറയും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളതൊക്കെ അവർ മെൻഷൻ ചെയ്യും. എൻ്റെ ഓർമ്മയിൽ ഞാൻ കൊണ്ടുവരുന്നത് കാറ്റിൻ്റെ മറ്റേ അഡ്മിറ്റ് കാർഡ് കൊണ്ടുവരുന്നു, പിന്നെ 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പിന്നെ റിസർവേഷനോ ഇൻകമോ അങ്ങനെ എന്തൊക്കെയോ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊടുത്തതായിട്ട് ഓർക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യും അതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അഡ്മിഷൻ ആകും. പിന്നെ ഹോസ്റ്റൽ, അങ്ങനത്തെ കാര്യങ്ങൾ, ഹോസ്റ്റൽ എങ്ങനെയാണ് അവിടെ കിട്ടുന്നത്, അതിനെ റിലേറ്റ് ചെയ്ത് ഒരു വേറെ വീഡിയോ തന്നെ ഇടാം. കാരണം കുറേ പറയാനുണ്ട്. നമ്മുടെ സാധാരണ കോളേജ് ഹോസ്റ്റലിൽ കിട്ടുന്ന പോലെയല്ല, കുറച്ചൊരു ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത്, നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കുറേ അലോട്ട്മെൻറ്റ് വരുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഹോസ്റ്റലിനെ സംബന്ധിച്ച്. അത് ഞാൻ നെക്സ്റ്റ് ഒരു വേറെ വീഡിയോ തന്നെ പറയാം. അപ്പോൾ നമ്മുടെ അഡ്മിഷൻ കിട്ടുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മളിനി പറയാൻ പോകുന്നത് കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. അതായത് ഓരോ കോഴ്സിലുള്ള ഡീറ്റെയിൽസിനെയൊക്കെ പറ്റിയിട്ടാണ്. നമുക്ക് ഓരോ വെബ്സൈറ്റിൻ്റെയും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഉണ്ടാകും സിലബസ് ഒക്കെ എന്താണെന്നുള്ളത്. പക്ഷെ ഞാൻ ഒന്ന് ബേസിക് ആയിട്ടെല്ലാം പറഞ്ഞു തരാം. നമുക്ക് പഠിക്കാൻ ഫസ്റ്റ് സെമ്മിൽ ഒരു ഫിസിക്സ് എടുത്ത കുട്ടീനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഫിസിക്സ് അല്ല, എല്ലാവർക്കും പഠിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, ലാംഗ്വേജ് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്നത് 3 ലാംഗ്വേജസ് ആണ്. ഒന്ന് മലയാളം, ഒന്ന് ഹിന്ദി, പിന്നെ ജർമ്മനാണ്. ജർമ്മൻ റാങ്ക് ബേസിസിലാണ് കൊടുക്കുക. 20 സീറ്റ്സ് ഉള്ളൂ. 5 സീറ്റ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ടാണ് കൊടുക്കുക. 20 സീറ്റേ ഉള്ളൂ അതിനകത്ത്. ബാക്കി മലയാളമാണോ ഹിന്ദിയാണോ അത് നമ്മുടെ ഇഷ്ടത്തിന് കിട്ടും. ജർമ്മൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ജർമ്മൻ അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ്. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ ഫിസിക്സ് എന്ന് പറഞ്ഞ പേപ്പർ ഉണ്ട്. അത് ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും ഒക്കെ എല്ലാവരും പഠിക്കേണ്ട ഒരു പേപ്പറാണ്. അത് ലൈക്ക് ഇന്ന ആൾക്കാർക്ക് പഠിക്കേണ്ട അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പഠിക്കേണ്ട കോമൺ പേപ്പറാണ്. പിന്നെ കോമൺ പേപ്പറായിട്ട് ഇത് 3 വരുന്നത്. യെസ്, ഇത് 3 കോമൺ പേപ്പറായിട്ട് വരുന്നത്. പിന്നെ മാത്സ്, കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ ഉണ്ട്. അത് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പർ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് എന്തായാലും പഠിക്കണം, ബയോളജിക്കാർക്ക് വേണ്ട. പിന്നെ അതുപോലെ കാൽക്കുലസ് ഉണ്ട്, പിന്നെ കാൽക്കുലസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ സ്റ്റാറ്റി ഒക്കെ എലക്റ്റീവിൽ വരുന്നതാണ്. എലക്റ്റീവ്സിനെ പറ്റി ഞാൻ പറയാം. മാത്സ്, ഫിസിക്സ് ജനറൽ, പിന്നെ ഏതാ അവിടെ വരുന്നത്, മനസ്സിലോട്ട് വരുന്നില്ല. ഇംഗ്ലീഷ്, ജർമ്മന്, മാത്സ്, കാൽക്കുലസ്, കെമിസ്ട്രീനെ പറ്റി ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. കെമിസ്ട്രിക്ക് വരുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, അതായത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് വരുന്നത് ഞാൻ പറഞ്ഞത്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സുകാർക്ക് വേണ്ട. അങ്ങനെയാണ് ഒരു ഇത് വരുന്നത്. പിന്നെ എലക്റ്റീവ്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഒരു പേപ്പർ. എലക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാകും, അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്. പിന്നെ മാത്സ് കാൽക്കുലസ് അല്ലാണ്ട് തന്നെ മാത്സ് എലക്റ്റീവ് എന്ന് പറഞ്ഞ വേറൊരു പേപ്പർ വരുന്നുണ്ട്. പിന്നെ ബയോളജി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് എലക്റ്റീവ്സിൽ നമുക്ക് വരുന്നത്. പിന്നെ പിന്നെ കോർ എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഫിസിക്സ് ആണ് എടുത്തത്, എനിക്ക് ഫിസിക്സ് കോർ ആയിരിക്കും. അപ്പോൾ അവരവർ ഏതാണോ എടുത്തിട്ടുള്ള അവരുടെ കോർ സബ്ജക്ട്സിൻ്റെ ഒരു പേപ്പറും കൂടിയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ലാബ്, ഫിസിക്സ് ലാബും കെമിസ്ട്രി ലാബും, ടോട്ടൽ 9 സബ്ജക്ട്സ് ആണ് നമുക്ക് വരുന്നത്. ബാക്കിയുള്ള ഒരു സാധാ യുജിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽട്ട് നമുക്ക് ആദ്യം തന്നെ 9 to 5 ആണ് ഒരു ക്ലാസ് വരുന്നത്. ഞാൻ എന്തായാലും ആ ഒരു 9 to 5 ക്ലാസ്സിന് പോകുമ്പോൾ, എന്തായാലും ഇപ്പോൾ 9 to 5 ക്ലാസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ ലാസ്റ്റിലോട്ടൊക്കെ ആകും. കാരണം നമുക്ക് ജൂലൈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സെക്കൻഡ് സെം എക്സാം നടന്നിട്ടില്ല. അപ്പോൾ എക്സാം ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു
ഇതുണ്ടാകുക. ആ ഒരു സമയത്ത് ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട്. ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും, അത്യാവശ്യം നല്ല ഹെക്റ്റിക് ആണ്. കാരണം 9 o'clock തൊട്ട് 5 o'clock വരെ 1 hour ബ്രേക്ക് ഉണ്ടാകും ഇടയിൽ. പക്ഷെ അത് ഫുള്ള് ക്ലാസ് ഉണ്ടാകും, മോസ്റ്റ് പ്രോബ്ലി ഫുൾ ക്ലാസ് ഉണ്ടാകും. ലാബൊക്കെ ഉണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ എന്താ പറയുക, ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരിക്കും നമ്മൾ. അതാണ് മെയിൻ തിങ്, ബിസി ആയിരിക്കും. ഇത് ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞാണ് സിലബസിന്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടോ എന്നുള്ളതാണ്. പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് കുസാറ്റിലേക്ക് വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റ് നോക്കിയിട്ട് വരുന്നവർ. ഐ മീൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ പറ്റിയല്ല പറയുന്നത് കേട്ടോ. എഞ്ചിനീയറിംഗ് പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്, MCA അങ്ങനത്തെ ബ്രാഞ്ചസിനൊക്കെ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട്. നമ്മുടെ ബാച്ചിന് പ്ലേസ്മെൻറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള പ്ലേസ്മെൻറ്റേ ഉള്ളൂ, അല്ലാണ്ട് സബ്ജക്ട് റിലേറ്റഡ് പ്ലേസ്മെൻറ്റ്സ് ഇല്ല. അതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യമാണ്. മെയിൻ കുട്ടികളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ലാസ്റ്റ് പറയാം. പ്ലേസ്മെൻറ്റ്സിനെ പറ്റി നമുക്ക് ബാങ്ക് പ്ലേസ്മെൻറ്റ്സ് ഒക്കെയാണ് നോർമലായിട്ട് വരുന്നത്, അല്ലാണ്ട് നമ്മൾ വേറെ പ്ലേസ്മെൻറ്റ്സ് ഒന്നും നമുക്ക് ഇല്ല. ഇനി ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയാം. ഞാൻ നേരത്തെ ഒരു കാര്യം മെൻഷൻ ചെയ്തിരുന്നു, ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ മുന്നേ പറഞ്ഞപ്പോൾ കുസാറ്റിൽ വരുന്ന സ്റ്റുഡൻസ് മെയിൻലി മോർ ദാൻ പ്ലേസ്മെൻറ്റ്സ് ഫോക്കസ് ചെയ്യുന്ന വേറൊരു സംഭവത്തിലാണെന്നുള്ളത്. പക്ഷെ ആ സാധനം എന്താണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. ആ സാധനമാണ് റിസർച്ച്. കൂടുതൽ ആളുകളും നമ്മുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഗൈഡൻസ്, എന്താ പറയുക, നമ്മുടെ ഒരു ഗൈഡൻസ് ക്ലാസ് ഒക്കെ നടന്നിരുന്നു. ആ ഒരു ക്ലാസ്സസിനൊക്കെ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവിടെ ഒരു 75% അബവ് സ്റ്റുഡൻസും പോകുന്നത് അവരുടെ PhD ചെയ്യാനാണ്. പിന്നെ കുറച്ച് പേര് നെറ്റ് JRF കിട്ടി അങ്ങനെ റിസർച്ച് ഫീൽഡിലേക്ക് പോകും. പിന്നെ നെറ്റ് മാത്രം കിട്ടിയിട്ട് UGC നെറ്റ് കിട്ടിയിട്ട് അവർ കോളേജസിലൊക്കെ ലെക്ചറിങ്ങിന് പോകുന്നവരുണ്ട്. പിന്നെ ഇതുമല്ലാതെ B.Edന് പോകുന്ന ആളുകളും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറവാണ്. പിന്നെ അപ്പം നമ്മുടെ ഇതിനകത്തുള്ള ഒരു എന്തൊക്കെയാണ് കരിയർ ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ്, ഓഫ് കോഴ്സ് ടീച്ചിങ് ആണ്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD അങ്ങനെ റിസർച്ച് ലെവൽ. പിന്നെ നമ്മുടെ ഇപ്പോൾ ഫിസിക്സ് ഒക്കെ എടുത്തവർക്ക് ISRO അങ്ങനത്തെ പല അയൂക്ക അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അവിടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കെമിസ്ട്രി എടുത്തവർക്ക് അവർക്ക് കുറേ ലാബ്സിൽ, ഫിസിക്സ് എടുത്തവർക്കും പറ്റൂട്ടോ. അല്ല ഈ 4 സബ്ജക്റ്റ്, ഐ മീൻ മാത്സ് ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം ലാബിൽ അങ്ങനെ ഒരു വർക്ക് കിട്ടും. മാത്സ് മാത്തമെറ്റീഷ്യൻസ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ അങ്ങനെയാണ് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. പിന്നെ നമ്മുടെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റൊക്കെ ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. ഞാൻ ഫസ്റ്റ് ചേർന്ന സമയത്ത് കരുതുന്നു ഇതൊന്നും ജന്മത്തിൽ എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന്. കാരണം അവർ പഠിപ്പിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് തോന്നി, ഞാൻ വീട്ടിൽ വിളിച്ചപ്പോഴും പറയുന്നത് അവർ MSc ലെവലിലാണ് ക്ലാസ് എടുക്കുന്നത്, ഞങ്ങൾ +2 കഴിഞ്ഞിട്ടാണ് വരുന്നത്, അതവർ നോക്കുന്നില്ല. അപ്പം എന്ന് വെച്ചാൽ അവർ ആ ലെവലിൽ ക്ലാസ് എടുക്കുമ്പം നമുക്ക് പോയി കുറച്ച് ആദ്യം നമ്മൾ കരുതി നോക്കി, നമ്മളിങ്ങനെ പറയുമ്പോൾ അവർ കുറക്കാൻ ശ്രമിക്കും. ഇല്ല, അവർ കുറക്കില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാജുവലി നമ്മൾ ആ ഒരു ലെവൽ ക്ലാസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അത് കാരണം തന്നെ നമുക്ക് കൂടുതൽ നോളേജ് കിട്ടും. അതായത് കുസാറ്റിൽ പഠിച്ചു കഴിഞ്ഞാലുള്ളൊരു ഗുണമാണ്. കാരണം കൂടുതൽ സാധാരണ UGനേക്കാളും കൂടുതൽ നമ്മളിപ്പോൾ നമ്മുടെ 4th ഇയേഴ്സ്, ഇപ്പം ഞങ്ങൾ പഠിക്കുന്ന ഒരു പോർഷന് ഞങ്ങൾ 4th ഇയേഴ്സ്, അതായത് സാധാ ഒരു PGയിൽ 4th ഇയേഴ്സ് പഠിക്കുന്ന കാര്യങ്ങൾ വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നുണ്ട്. അപ്പം അത്രയും ഒരു വാസ്റ്റ് നോളേജും പെട്ടെന്ന് നമുക്ക് ഇതാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കുസാറ്റിലുള്ളത്. ഇനി ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കിട്ടില്ല ഫാക്കൽറ്റീസാണ്. അത്യാവശ്യം നന്നായി പഠിപ്പിക്കും, എല്ലാവരും നല്ല സപ്പോർട്ടീവാണ് ഒക്കെ എല്ലാവരും നോർമലി പറയുന്ന കാര്യമാണ്. ഞങ്ങൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എക്സ്ക്ലൂസീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പൊളിയാണ്, അതെന്നെ പറയണം. കാരണം എനിക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിനായിട്ട് അതായത് നമുക്ക് എടുക്കുന്ന സബ്ജക്റ്റിലുള്ള ടീച്ചേഴ്സിനെ നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഫിസിക്സിലെ ടീച്ചേഴ്സിനായിരിക്കും നമുക്ക് കൂടുതൽ അറിയുന്നുണ്ടാവും. കാരണം അവർ സബ്ജക്റ്റ് വൈസും അല്ലാതെ നമുക്ക് എന്താവശ്യത്തിനൊക്കെ നമ്മൾ അവരുടെ അടുത്തല്ലേ പോകുന്നത്. നമ്മുടെ മെൻറ്റേഴ്സായിട്ട് കുറേ ടീച്ചേഴ്സ് നമുക്ക് പിന്നെ അവിടെ ഒരു ഏറ്റവും വലിയ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്ക്, ഓരോ UG സ്റ്റുഡൻറ്റിന് ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാകും. അതായത് അവിടുത്തെ പ്രൊഫസേഴ്സ് ആയിരിക്കും നമ്മുടെ മെൻറ്റേഴ്സ്. അപ്പം നമുക്ക് നമ്മുടെ എന്ത് പ്രശ്നമുണ്ട്, പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവരുടെ അടുത്ത് പോയി പറഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് മെൻറ്റേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്.
ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വഴിയെ ഒരു വീഡിയോ ഇടാം. പക്ഷെ നല്ല പൊതുവേ എനിക്കറിയുന്ന വെച്ചിട്ട് പൊതുവേ നല്ല ടീച്ചേഴ്സാണ്. പിന്നെ ഒരിക്കലും നിങ്ങളൊരു സ്പൂൺ ഫീഡിങ് എക്സ്പെക്ട് ചെയ്തിട്ട് വരരുത്, അതുണ്ടാവില്ല. ലെക്ചറിങ് ആയിരിക്കും, ക്ലാസ്സസ് ഒക്കെ പ്രോപ്പർലി ലെക്ചറിങ് ആയിരിക്കും. അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ. ഒരിക്കലും ഒരു സ്പൂൺ ഫീഡിങ് എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ വരരുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുസാറ്റ് എന്താ പറയുക, കുസാറ്റിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, കുസാറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു കാര്യങ്ങൾ ഞാൻ എല്ലാ പോയിന്റും കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ഞാൻ ഉടനെ റിപ്ലൈ ചെയ്യാം. അപ്പോൾ താങ്ക് യു ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.